പുനഃസംഘടനാ ചർച്ചകൾക്കിടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരത്തെ രമേശ് ചെന്നിത്തലയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. AK ആന്റണിയുമായും കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തി. സലിം മാലിക് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കോൺഗ്രസിനുള്ളിലെ പുനഃസംഘടനാ ചർച്ചകൾ വളരെ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കെ സുധാകരൻ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ അങ്ങോട്ടെത്തി ഒരു അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത്, ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്ന് കെ സുധാകരൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, പലവിധ പരിപാടികളുമായി ബന്ധപ്പെട്ടൊക്കെ തിരക്കിലായിരുന്നു. അതിനുശേഷം രാത്രിയിൽ അല്പസമയം മുൻപാണ് രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പുനഃസംഘടനയൊന്നും ഇല്ല എന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പരസ്യ പ്രതികരണം വരുമ്പോഴും അത് അങ്ങനെയല്ല, ഉടൻ പുനഃസംഘടന വേണമെന്നൊരു ആവശ്യം ശക്തമായ ഒരു കോണിൽ നിൽക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച. പ്രത്യേകിച്ചും കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്നതും നേരത്തെ തന്നെ വലിയ വിവാദം പാർട്ടിക്കുള്ളിൽ തന്നെ ആയിരുന്നു. ആ അക്കാര്യങ്ങൾക്കൊക്കെയും പാർട്ടിയിൽ നിന്നും പരസ്യമായ പ്രതികരണം ചോദിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ആവട്ടെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവട്ടെ, കെ സുധാകരൻ ആവട്ടെ, ഇപ്പോൾ അങ്ങനെ ഒരു പുനഃസംഘടന ഇല്ല എന്ന് പറയുമ്പോഴും പാർട്ടിക്കുള്ളിൽ ഉടൻ ഒരു പുനഃസംഘടന വേണം എന്നൊരു വികാരം നിലവിലുള്ള ഒരു സാഹചര്യവും പശ്ചാത്തലവും കൂടിയാണ്. പ്രത്യേകിച്ചും KPCC സെക്രട്ടറിമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും ഒഴിവൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടിയെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യുന്നു എന്നൊരു വലിയ വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത്. അതിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നറിയില്ല. എന്തായാലും അതൊരു സൗഹൃദ കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് അതിന് കോൺഗ്രസ് പാർട്ടിയിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉറപ്പായും പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നിലവിലുള്ള വിവാദങ്ങളും ഒക്കെ ആ വിഷയത്തിൽ ചർച്ചയായിരുന്നിരിക്കാം. എന്തായാലും അക്കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്നും കൂടിക്കാഴ്ച കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് AK ആന്റണിയും താമസിക്കുന്നത്. AK ആന്റണിയുടെ വീട്ടിലും പോയി AK ആന്റണിക്കൊപ്പവും ചില ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് കെ സുധാകരൻ മടങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു മറ്റൊരു തലത്തിലുള്ള രാഷ്ട്രീയം കൂടി വളർന്നു വരുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കെ സുധാകരൻ നിലവിൽ മാറ്റേണ്ടതില്ല, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായ ഒരു പ്രതികരണം നടത്തിയത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. രമേശ് ചെന്നിത്തലയ്ക്കും ഏറെക്കുറെ ആ അഭിപ്രായമായിരുന്നു പരസ്യമായി ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും പുനഃസംഘടനാ ചർച്ചകളെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു ചർച്ചയേ ഇല്ല, KPCC അധ്യക്ഷനെ മാറ്റേണ്ട സാഹചര്യമേ ഇല്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെയൊക്കെ മറുപടി. കഴിഞ്ഞ കുറെ നാളുകളായി രമേശ് ചെന്നിത്തലയൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുമ്പോഴും ആ നിലയിലാണ് മറുപടി പറയാറ്. അതേസമയം പ്രതിപക്ഷ നേതാവിനോട് രാഷ്ട്രീയ കാര്യങ്ങളിൽ മറുപടി അതല്ലെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലാവുകയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവാദങ്ങളോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന മറുപടി അത് KPCC അധ്യക്ഷൻ പറയട്ടെ, അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയമെന്നാണ്. അങ്ങനെ ഈ മറുപടികളിൽ പോലും ചില രാഷ്ട്രീയ സൂചനകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് KPCC അധ്യക്ഷൻ നേരിട്ടെത്തി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ച് ഉണ്ടായിരുന്നു. അത് രാവിലെ 11 മണിക്കായിരുന്നു ആ മാർച്ച് ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഒന്നിച്ച് പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. രമേശ് ചെന്നിത്തല ഒരു യാത്ര കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഈ രാജ്ഭവൻ മാർച്ച് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ വേദിയിൽ ഈ 4 നേതാക്കൾക്കും ഒന്നിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ച കൂടി വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഉന്മേഷ്. സലിം മാലിക്, തിരുവനന്തപുരത്താണ്.